ഹനുമാൻ കൈൻഡിന്റെ ബിഗ് ഡൗസ് റീക്രിയേഷനുമായി കഥ ഇന്നുവരെ എന്ന സിനിമയുടെ ടീം വന്നിരിക്കുകയാണ്. ഒറിജിനൽ സ്റ്റണ്ടുമായി അനുമോഹനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കൂടെ നിഖില വിമലും അനുശ്രീയും ഉണ്ട്. മേപ്പടിയാൻ എന്ന ചിത്രത്തിന് ശേഷം ബിജു മേനോനെ നായകനാക്കി ദേശീയ അവാർഡ് ജേതാവായ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ കഥ ഇന്നുവരെ സെപ്റ്റംബർ 20 പ്രദർശനത്തിലെത്തുകയാണ്. ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ആഗോളതലത്തിൽ പ്രശസ്തമായിട്ടുള്ള സെൻസേഷണലായിട്ടുള്ള ഹനുമാൻ കൈൻഡിന്റെ ബിഗ് ഡഗ്സ് എന്ന് പറയുന്ന ഗാനത്തിന്റെ പുനഃസൃഷ്ടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഥ ഇന്നുവരെയിലെ മുഖ്യതാരങ്ങളായ അനു മോഹൻ, നിഖില വിമൽ, അനുശ്രീ എന്നിവർ. ഇവരുടെ ഈ ഭാഗം എന്തായാലും സോഷ്യൽ മീഡിയയുടെ തരംഗമാവുകയും സിനിമ വീണ്ടും ആളുകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷനാവും. ചിത്രത്തിന്റെ പ്രോമോ വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. നടനായ അനു മോഹൻ പ്രൊമോയിൽ ബിഗ് ഡോഗ്സ് ഗാനത്തിലെ പോലെ ഒറിജിനൽ സ്റ്റണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പുതുമയുള്ള പ്രൊമോഷൻ രീതിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ഒന്ന് വളരേണ്ട സമയമാണ്. ഇപ്പൊ നല്ലൊരു രീതിയിൽ പ്രൊമോഷൻ ആവശ്യമാണ്. ബിഗ് ഡോഗ്സിന്റെ ഒറിജിനൽ ഗാനത്തിന്റെ റൈഡേഴ്സും അണിയറ പ്രവർത്തകരും കഥ ഇന്നുവരെയുടെ പ്രൊമോയിൽ എത്തുന്നുണ്ട് എന്നതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പ്രശസ്ത നർത്തകിയായിട്ടുള്ള മേതിൽ ദേവികയാണ് കഥ ഇന്നുവരെയിലെ നായികയായിട്ട് എത്തുന്നത്. ആദ്യമായിട്ടാണ് മേതിൽ ദേവിക ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. നിഖില വിമൽ, ഹക്കിം ഷാജഹാൻ, അനുശ്രീ, അനുമോഹൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, കോട്ടയം രമേശ്, കൃഷ്ണപ്രസാദ്, അപ്പുണ്ണി, കിഷോർ, സത്യ എന്നിവരൊക്കെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഈ പ്രമുഖരൊക്കെയുള്ള ഈ സിനിമ എന്തായാലും വിഷ്ണുവിന്റെ അടുത്തൊരു വമ്പൻ സിനിമയാണ്. വിഷ്ണു മോഹന്റെ സ്റ്റോറീസിന്റെ ബാനർ വിഷ്ണു മോഹനും ഒപ്പം ജോമോൻ ടി ജോണും ഒക്കെ ചേർന്നിട്ടാണ് ചിത്രം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഷമീർ മുഹമ്മദ്, ഹാരിസ് ദേശം, അനീഷ് ബി, കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും നന്നായിട്ട് ഇതിനെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിത്രം നല്ലത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലൊരു സിനിമയുടെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. കാരണം ഓണമൊക്കെയാണ്. ഈ സമയത്ത് സിനിമ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ വളരേണ്ട ഒരു സമയമാണ്. ഒരുപാട് ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടേണ്ട സമയമാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു സിനിമ വൻ വിജയമായാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് മുക്തമായി വീണ്ടും മലയാള സിനിമ തിരിച്ചു വരാനുള്ള സാധ്യതയേറും. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അതുവരെയും ബൈ.